ഹലോ മക്കളെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. അക്കൗണ്ടൻസിയുടെ കഴിഞ്ഞ 3 ക്ലാസ്സുകളും എല്ലാവരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ നിൽക്കാവൂ, കാരണം അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ടേംസ്, അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോം ആണ്. അതിൽ റെക്കോർഡിംഗ് ഉണ്ട്, അതിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൽ സമ്മറൈസിങ് അതിലുണ്ട്, അതിനുശേഷം ഇന്റർപ്രറ്റിംഗ് അതിലുണ്ട്, ഈ കിട്ടിയ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അതിലുണ്ട്. ഇങ്ങനെ 5 മെയിൻ ആയിട്ടുള്ള പോയിന്റുകളായിരുന്നു നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമുക്ക് ആ ഒരു പോയിന്റിനെ ചെറുതായിട്ട് ഒന്നുകൂടി അറിയേണ്ടതുണ്ട്. അതായത് ഡെഫിനിഷൻ ഞാൻ വീണ്ടും പറയുന്നതല്ല, അങ്ങനെ വിചാരിക്കേണ്ട ആരും. ഞാൻ ഇവിടെ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തിരുന്നത് റെക്കോർഡിംഗ് എന്നുള്ള ഒരു വേർഡ് ആയിരുന്നു. റെക്കോർഡിംഗ്. ഓക്കെ, അതായത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ട്രാൻസാക്ഷൻസിനെയും ഓരോ ഇടപാടിനെയും റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അക്കൗണ്ടന്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലറിക്കലി അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി അവിടെ വെച്ചിട്ടാണ്. അതിനു മുന്നേ ഈ റെക്കോർഡ് ചെയ്യേണ്ട ഡാറ്റാസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഒരു ക്ലറിക്കൽ വർക്കുകൾ അവിടെ ആരംഭിക്കുന്നില്ല. ആക്ച്വലി അത് ആരംഭിക്കുന്നത് ഈ ട്രാൻസാക്ഷൻ ഓരോന്നും റെക്കോർഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷമാണല്ലോ നമ്മൾ രണ്ടാമത്തത് പോയിന്റ് പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫൈയിങ്, രണ്ടാമത്തെ ജോലിയാണ് ക്ലാസിഫൈയിങ്. അതിനുശേഷം ആ ക്ലാസിഫിക്കേഷനും കഴിഞ്ഞ് അതിൽ നമ്മൾ സമ്മറി എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടെത്തുകയാണ്. സമ്മറി അല്ലെ, മൂന്നാമത്തായിട്ട് പോയിന്റ് പറഞ്ഞത് സമ്മറി എന്നുള്ള പോയിന്റ് ആയിരുന്നു. പിന്നീട് 4ാമത് നമ്മൾ പറഞ്ഞു, ഈ കിട്ടിയ സമ്മറിയെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെയാണ്. അതിനുശേഷം ഇതിന്റെ കൂടെ ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിങ് എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചേർക്കാൻ പറ്റും. അനലൈസിങ്. അവസാനമാണ് ഈ കിട്ടിയ റിസൾട്ട് അതിന്റെ മുതലാളിയോട് അല്ലെങ്കിൽ അതിന് ആർക്കൊക്കെയാണോ വേണ്ടത് അവർക്കൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞത്. ഇത്രയും ഹെഡ് ഞാൻ വീണ്ടും എഴുതാൻ കാരണം, ഒരു അക്കൗണ്ടന്റ് കൃത്യമായിട്ട് ചെയ്യുന്ന പണികളാണ് എന്ത്, ആക്ച്വലി റെക്കോർഡ് ചെയ്യുക, രണ്ടാമത്തത് ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന്റെ പണിയാണ് ആക്ച്വലി ഇത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻ ആണ് എന്ന് പറയാം അല്ലേ. അതിന്റെ ജോലിയാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ആ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിൾ ആണ്. ആ ഡെഫിനിഷനകത്ത് ഓരോ വേർഡും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം വേർഡ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെക്കോർഡിംഗ്, ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ്, അനാലിസിസിങ് ഓർ ഇന്റർപ്രറ്റിംഗ്, പിന്നെ പറയണത് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഇത്രയും കാര്യം എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമ്മൾ ഇതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, എഴുതിയെടുക്കുക. ക്ലിയർ. ഇനി നമ്മൾ പഠിക്കുന്നത്, ഈ പ്രവൃത്തിയൊക്കെ ചെയ്തു കൂട്ടുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. ആരാണ് അയാൾ? നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ പ്രവൃത്തിയൊക്കെ അതിന്റെ പ്രാബല്യം അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ് അയാൾ? അക്കൗണ്ടന്റ്. അയാളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് അക്കൗണ്ടന്റ് ആരാണ് എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പം പറഞ്ഞിട്ടുള്ള റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും ആൻഡ് അനലൈസിങ്ങും ഇന്റർപ്രിട്ടേഷനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ആയിട്ടുള്ള എല്ലാ പണികളും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യുന്ന വ്യക്തി, the person those who done all these accounting activities, such a person is called accountant എന്നാണ് അക്കൗണ്ടന്റിന്റെ ശരിയായിട്ടുള്ള നിർവചനം. അപ്പോൾ അക്കൗണ്ടന്റ് എന്താണ് എന്നൊന്നും +1 ക്ലാസ്സുകളിൽ ചോദിക്കില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി വെക്കണം. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ പ്രവൃത്തിയൊക്കെ ഇദ്ദേഹമാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, നിർവഹിക്കുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് അക്കൗണ്ടന്റ്. ഓക്കെ, അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചോ. ദി പേഴ്സൺ ഹു record all these business transactions, such a person is called accountant. Clear?
ഇനി നമ്മൾ മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മളെ നാട്ടും പുറത്തൊക്കെ കാണുന്ന സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ബിസിനസ് സ്ഥാപനമൊക്കെ ആകുമ്പോൾ അതിന്റെ മുതലാളി തന്നെയാണ് അവിടെ സെയിൽസ് നടത്തുന്നത്, വിൽപ്പന നടത്തുന്നത്, പൈസ കളക്ട് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആക്ച്വലി അവിടെ അദ്ദേഹത്തിന് കിട്ടാനുള്ളതും അദ്ദേഹം കൊടുക്കാനുള്ളതുമായിട്ടുള്ള കണക്കുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്നതുമായിട്ട് ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് നല്ല വ്യത്യാസമുണ്ട്. എന്താ കാര്യമായിട്ടുള്ള വ്യത്യാസം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ പിന്നെ ഉപ്പയോ അങ്ങനെ സഹോദരന്മാരോ മറ്റാരെങ്കിലും ഒക്കെ ഇതുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും ചെറിയ തരത്തിൽ. അവിടെ അവരുടെ കടയിൽ അവർ തന്നെയായിരിക്കും എല്ലാ വർക്കുകളും എഴുതി വെക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ അദ്ദേഹം ആ ചെയ്യുന്ന പ്രവൃത്തിയും ഇനി ഒരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന വർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നത്. നിങ്ങളിപ്പോൾ +2 അല്ലെങ്കിൽ +1 ഈ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആവാനാണ് ശരിക്കും ആക്ച്വലി നിങ്ങളെ ഒരു വഴി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആവാം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കണക്കുകളൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പക്ഷേ ഈ നാട്ടിൻപുറത്തുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇത് ചെയ്യുന്ന വ്യക്തി നമ്മൾ ഈ പറയുന്ന റെക്കോർഡിങ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ അനാലിസിങ്, അതുപോലെ ഇന്റർപ്രിട്ടേഷൻ, ദെൻ അതിനെ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ഇങ്ങനെ ആ സ്റ്റെപ്പുകൾ അനുസരിച്ചൊന്നും അല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നമ്മളെ കടയിൽ നിന്ന് ഒരാൾ സാധനം മേടിച്ച് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് അയാളെ പേര് എഴുതും, ഇത്ര പൈസ തരാനുണ്ട്. തൊട്ടടുത്ത ദിവസം അദ്ദേഹം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറയും അയാളോട്, നിങ്ങൾ ഇന്നലെ ഒരു സാധനം മേടിച്ചിരുന്നു, പൈസ ഉണ്ട്, അത് എടുക്കണോ എന്ന് ചോദിക്കും. ഓക്കെ, എടുത്തോ എന്ന് പറയും, പൈസ തരും, നമ്മളത് കുത്തിക്കളയും. അവിടെ അത് സ്റ്റോപ്പ് ചെയ്യാണ്. പക്ഷെ ആക്ച്വലി അക്കൗണ്ടന്റ് എന്താ ചെയ്യുന്നത്? അവിടെ ആ അക്കൗണ്ടന്റിന്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ആക്ച്വലി അദ്ദേഹം എഴുതി വെക്കുന്നു, അല്ലെ? എഴുതി വെച്ചതിന് ശേഷമാണ് മറ്റു പരിപാടികളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ആ റെക്കോർഡിംഗ് എന്നുള്ള ഫംഗ്ഷൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫംഗ്ഷനാണ്. നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ ചെയ്യുന്ന ആ ഫംഗ്ഷൻ അത് എഴുതി വെച്ച് അത് വെട്ടിക്കളയുന്നു, അത് അവിടെ തന്നെ അങ്ങ് തീർന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് അക്കൗണ്ടന്റ് ചെയ്യുന്ന വർക്കിനെ അക്കൗണ്ടിങ് എന്നും, മറ്റേ ആള് നാട്ടിൻപുറത്തുകാരൻ ഇതൊന്നും, ഈ റൂൾസും കാര്യങ്ങളും ഈ നിയമങ്ങളും ഒന്നും അറിയാതെ ജസ്റ്റ് ആളെ പേര് എഴുതുന്നു, പൈസ എഴുതി വെക്കുന്നു, അതിന്റെ പൈസ തരുമ്പോൾ അത് വെട്ടിക്കളയുന്നു. ഈ ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്നും പറയാം. ഓക്കെ, എന്താണ് ബുക്ക് കീപ്പിംഗ്? ഞാൻ ഇവിടെ എഴുതാം, ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്താ എന്നുള്ളത് നമ്മൾ അറിയണം. മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ് ബുക്ക് കീപ്പിംഗിന്റെ മീനിങ്. മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു എഴുതി വെക്കൽ മാത്രം. ശരിയല്ലേ? ജസ്റ്റ് അവിടെ എഴുതി വെക്കുകയുള്ളൂ, പൈസ തരുമ്പോൾ നമ്മൾ അത് കുത്തിക്കളയുന്നു, ബാക്കി ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുകയേ ചെയ്യുന്നുള്ളൂ. അതാണ് മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അക്കൗണ്ടന്റ് അത് എഴുതി വെക്കുന്നു, അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ താഴോളം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ബുക്ക് കീപ്പിംഗ് നടത്തുന്ന വ്യക്തിയുടെ പണി ഇത് എഴുതി തീരുന്നതോടുകൂടി അത് അവിടെ കഴിയാണ്, ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ച്വലി അക്കൗണ്ടന്റിന്റെ പണി ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് പറയാം എന്ത്, വേർ ദി ബുക്ക് കീപ്പിംഗ് എൻഡ്സ്, ദി അക്കൗണ്ട് വർക്ക് സ്റ്റാർട്ടിങ്. അക്കൗണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നിടത്ത് വെച്ചിട്ടാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വേർ ദി ബുക്ക് കീപ്പിംഗ് എൻഡ്സ്, ദി അക്കൗണ്ടിങ് സ്റ്റാർട്ട്സ് എന്നാണ് പറയുക. എവിടെയാണോ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് അക്കൗണ്ടിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു, സമ്മറി നമ്മൾ കണ്ടെത്തുന്നു, ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നു, ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ഇത്രയും ഫംഗ്ഷൻ ഇനിയുണ്ടല്ലോ. അതിലുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ആണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞ റെക്കോർഡിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ഈ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ നല്ല അക്കൗണ്ടിങ് നോളജ് ഒന്നും വേണ്ട, ജസ്റ്റ് എഴുത്തും വായന അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിങ് നോളജ് വേണം, സ്കില്ല് വേണം.
ബുക്ക് കീപ്പർ എന്നാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ വിളിക്കുക. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ബുക്ക് കീപ്പർ. നേരത്തെ പറഞ്ഞ പോലെ ദോസ് ഹു ഡൺ ദീസ് ബുക്ക് കീപ്പിംഗ് വർക്ക്, ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ബുക്ക് കീപ്പർ, അല്ലെങ്കിൽ കാഷ്യർ എന്നും വിളിക്കാം ചുരുക്കിയിട്ട്. നിങ്ങൾ എഴുതി വെച്ചാൽ നല്ലതാണ്, ബുക്ക് കീപ്പർ, കാഷ്യർ. പക്ഷേ മറ്റേ വ്യക്തിയെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അക്കൗണ്ടന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്ന ഇടത്തിലാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്ക് കീപ്പർ എന്നാണ് വിളിക്കുന്നത് ഇത് ചെയ്യുന്ന വ്യക്തിയെ, മറ്റിടത്തിൽ അക്കൗണ്ടന്റ് എന്നാണ് അത് ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്നത്. ഇത് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള നോളജോ അറിവോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള നോളജ്, അറിവ്, പ്രാക്ടീസ് ഒക്കെ മസ്റ്റ് ആണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഞാൻ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിയെടുത്താൽ മതി, കൂടുതലൊന്നും ഇതിൽ വേണ്ട. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ക്ലിയർ. ചിലപ്പോൾ പ്ലസ് 1 പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ദി മെയിൻ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഈ 2-3 പോയിന്റ്സ് ആണ്. അതാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് എഴുതാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. മറ്റൊരു ടോപ്പിക്കും കൂടെ പറയണം എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ ഇനിയൊരു ടോപ്പിക്ക് പറയുമ്പോൾ അത് വീഡിയോ വലുതാകും, നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരും വീഡിയോ കാണണം. ഓക്കെ, താങ്ക്